എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023-24 വർഷത്തെ ദേശീയ കരകൗശല പുരസ്കാരത്തിന് അർഹനായ സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ് കലാകാരൻ ആരാണ്? 2023-24 വർഷത്തെ ദേശീയ കരകൗശല പുരസ്കാരത്തിന് അർഹനായ സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ് കലാകാരൻ ആരാണ്? ഓപ്ഷൻ ബി പി രാധാകൃഷ്ണപിള്ള. പി രാധാകൃഷ്ണപിള്ളയാണ് 2023-24 വർഷത്തെ ദേശീയ കരകൗശല പുരസ്കാരത്തിന് അർഹനായ സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ് കലാകാരൻ. ടെറാക്കോട്ട ക്രാഫ്റ്റ് വിഭാഗത്തിൽ ദേശീയ കരകൗശല പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ടെറാക്കോട്ട ക്രാഫ്റ്റ് വിഭാഗത്തിൽ ദേശീയ കരകൗശല പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ എ VK ജയൻ. VK ജയനാണ് ടെറാക്കോട്ട ക്രാഫ്റ്റ് വിഭാഗത്തിൽ ദേശീയ കരകൗശല പുരസ്കാരം ലഭിച്ച മലയാളി. പാഡി സ്ട്രോ വർക്ക് എന്ന കലാരൂപത്തിന് ദേശീയ കരകൗശല പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പാഡി സ്ട്രോ വർക്ക് എന്ന കലാരൂപത്തിന് ദേശീയ കരകൗശല പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി കെ സുലൈമാൻ കുട്ടി. കെ സുലൈമാൻ കുട്ടിയാണ് പാഡി സ്ട്രോ ക്രാഫ്റ്റ് എന്ന കലാരൂപത്തിന് ദേശീയ കരകൗശല പുരസ്കാരം നേടിയ വ്യക്തി. 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഓപ്ഷൻ ഡി നുമാലിഗഡ് റിഫൈനറി. നുമാലിഗഡ് റിഫൈനറിയാണ് 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം. കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ നെട്ടുകാൽ തേരി. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത്. 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി അഭിലാഷ് ടോമി. 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് അഭിലാഷ് ടോമിക്കാണ്. 2026 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ച താരം. 2026 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ച താരം ഓപ്ഷൻ എ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2026 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ച താരം. ഇന്ത്യയിലാദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ഇന്ത്യയിലാദ്യത്തെ ഊർജ മ്യൂസിയം നിലവിൽ വരുന്നത്. സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം. സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി തെലങ്കാന. തെലങ്കാനയാണ് സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം. കേരളമാണ് സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ഓപ്ഷൻ എ PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി. ഇന്ത്യയിലാദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരമായി വികസിപ്പിക്കുന്നത്. ഇന്ത്യയിലാദ്യത്തെ AI നഗരമായി വികസിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് ഇന്ത്യയിലാദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നഗരമായി വികസിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററായ സ്വർവേദ് മഹാമന്ദിർ
ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററായ സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി വാരാണസി. വാരാണസിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററായ സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത്. കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി. കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി. ഓപ്ഷൻ എ ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിതയാണ് കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി. ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ഓപ്ഷൻ സി ലേക്ക് ടൗൺ. കൊൽക്കത്തയിലെ ലേക്ക് ടൗണിലാണ് ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 2026 ICC പുരുഷ T20 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ. 2026 ICC പുരുഷ T20 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ ബി ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2026 ICC പുരുഷ T20 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിച്ചത്. ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യത്തിൻ്റെ പേരെന്താണ്? ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വീനസ് മിഷൻ ശുക്രദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ശുക്രയാൻ 1. ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യമാണ് ശുക്രയാൻ 1. 67ാമത് മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. 67ാമത് മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. ഓപ്ഷൻ എ എഡ്യൂക്കേറ്റ് ഗേൾസ്. ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 67ാമത് മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. ഓപ്ഷൻ ബി സ്റ്റാർസ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. സ്റ്റാർസ് എന്ന പദ്ധതിയാണ് പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ സി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. ജസ്റ്റിസ് സുധാൻഷു ധൂലിയയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ. ഓപ്ഷൻ എ എൻ ജയൻ, പ്രദീപ് തലാപ്പിൽ. എൻ ജയൻ, പ്രദീപ് തലാപ്പിൽ എന്നിവരാണ് ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ. 2026 നടന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2026 നടന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയായിരുന്നു 2026 നടന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത്. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിച്ച സംരംഭം. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ ഡി പ്രൊജക്ട് സൺ ക്യാച്ചർ. പ്രൊജക്ട് സൺ ക്യാച്ചറാണ് ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിച്ച സംരംഭം. പോലീസുകാർക്കുള്ള ലിംഗബോധവൽക്കരണ പരിശീലനത്തിനായി
കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ KSWDC നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പോലീസുകാർക്കുള്ള ലിംഗബോധവൽക്കരണ പരിശീലനത്തിനായി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്ഷൻ ബി ബോധ്യം. പോലീസുകാർക്കുള്ള ലിംഗബോധവൽക്കരണ പരിശീലനത്തിനായി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബോധ്യം. യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് RTRS പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം. യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ. ഇന്ത്യയാണ് യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് RTRS പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം. 2025 സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത്? 2025 സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയാണ് 2025 സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത്. ഹോങ്കോങ്ങിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയെ 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്? ഇന്ത്യയെ 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ ബി യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ്. ഇന്ത്യയെ 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്ക് യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്. ഏഷ്യയിലാദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷി സങ്കേതമായ ചരൈചുങ് റോയൽ ബേർഡ് സാങ്ച്വറി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ചരൈചുങ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷി സങ്കേതമായ ചരൈചുങ് റോയൽ ബേർഡ് സാങ്ച്വറി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ചരൈചുങ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മാജുലി ദ്വീപ്. അസമിലെ മാജുലി ദ്വീപിലാണ് ഏഷ്യയിലാദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷി സങ്കേതമായ ചരൈചുങ് റോയൽ ബേർഡ് സാങ്ച്വറി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ചരൈചുങ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 2022-23 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2022-23 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. ഓപ്ഷൻ എ അബ്ദുള്ള അബൂബക്കർ, VK വിസ്മയ. അബ്ദുള്ള അബൂബക്കറും VK വിസ്മയുമാണ് 2022-23 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2023-24 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2023-24 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. ഓപ്ഷൻ ബി മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. മുഹമ്മദ് അജ്മലും ആൻസി സോജനുമാണ് 2023-24 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2024-25 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2024-25 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. ഓപ്ഷൻ സി മുഹമ്മദ് അഫ്സൽ, PK ഐശ്വര്യ. മുഹമ്മദ് അഫ്സലും PK ഐശ്വര്യയുമാണ് 2024-25 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ല് ഏതാണ്? UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ല് ഏതാണ്? ഓപ്ഷൻ എ വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ. UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഓപ്ഷൻ ഡി ഐച്ചി നാഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. ഓപ്ഷൻ ബി നിഹാൽ സരീൻ.
നിഹാൽ സരീനാണ് 2025 പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഓപ്ഷൻ സി ഡോക്ടർ M.R. രാഘവ വാര്യർ. ഡോക്ടർ M.R. രാഘവ വാര്യരാണ് 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ഭ്രമയുഗം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ്? 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഓപ്ഷൻ എ മഞ്ഞുമൽ ബോയ്സ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മഞ്ഞുമൽ ബോയ്സിനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ ഡി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. നിർമ്മാണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത ഏതെല്ലാം ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? നിർമ്മാണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത ഏതെല്ലാം ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി വയനാടിനെയും കോഴിക്കോടിനെയും. നിർമ്മാണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത വയനാടും കോഴിക്കോട് ജില്ലകളെയുമാണ് ബന്ധിപ്പിക്കുന്നത്. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരെല്ലാം? 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരെല്ലാമാണ്? ഓപ്ഷൻ സി PB അനീഷ്, രാജശ്രീ വാര്യർ. കൃഷി മേഖലയിൽ നിന്നും PB അനീഷും കലാമേഖലയിൽ നിന്നും രാജശ്രീ വാര്യർക്കുമാണ് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ ആദ്യമായി കവച് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുന്ന റെയിൽവേ പാത ഏതാണ്? കേരളത്തിൽ ആദ്യമായി കവച് എന്ന ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുന്ന റെയിൽവേ പാത ഓപ്ഷൻ എ എറണാകുളം ഷൊർണൂർ. എറണാകുളം ടു ഷൊർണൂർ റെയിൽവേ പാതയാണ് കേരളത്തിൽ ആദ്യമായി കവച് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുന്ന റെയിൽവേ പാത. രാജ്യത്തെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? രാജ്യത്താദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി കൊല്ലം. കൊല്ലം ജില്ലയാണ് രാജ്യത്താദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച 2025 അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പദ്ധതി ഏതാണ്? ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച 2025 അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ ഘട്ടം 4 ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച 2025 അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പദ്ധതി. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി ആരാണ്? 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി ഓപ്ഷൻ എ ശാരദ. ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി. 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി. 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ഓപ്ഷൻ എ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി
2025 നവംബർ 1. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ എൻ പ്രഭാവർമ്മ. എൻ പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ഓപ്ഷൻ സി യമൻ. യമനാണ് 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ലോകത്തിലാദ്യത്തെ ലോക തടാക ദിനം വേൾഡ് ലേക്ക് ഡേ ആചരിച്ചത് എന്നാണ്? ലോകത്തിലാദ്യത്തെ ലോക തടാക ദിനം ആചരിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ എ 2025 ഓഗസ്റ്റ് 27. 2025 ഓഗസ്റ്റ് 27 ലോകത്തിലാദ്യത്തെ ലോക തടാക ദിനം വേൾഡ് ലേക്ക് ഡേ ആചരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ഹുബ്ബള്ളി. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.